വേറെ വിശ്വാസത്തോടു കൂടെ നമ്മുടെ സത്യവേദ പുസ്തകങ്ങളെ തുറന്ന് എഫേസ്യ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വീകരിക്കുന്നു, ക്ഷണിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 17-ാമത് വാക്യം. അവൻ വന്നു, ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. He came and preached peace to you who were far away and peace to those who were near. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ മൂടി വിശ്വാസത്തോടു കൂടെ ദൈവമേ, ഈ വചനത്തിൽ നിന്നും ദൈവം എന്നോട് സംസാരിക്കണമേ. ദൈവത്തിൻ്റെ വചനം ജനിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാൽ, അങ്ങയുടെ സ്വരം കേട്ടാൽ ഞങ്ങൾ ആളുമാറിയവരായി തീരും എന്ന് നിങ്ങൾ അറിയുന്നു കർത്താവേ. ഇന്ന് പകലിൽ ഞങ്ങൾക്ക് അത് തന്നെയാണ് ആവശ്യം, മറ്റൊന്നുമല്ല ആവശ്യം. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നും കേൾക്കാനാണ്, ദൈവത്തിൽ നിന്നും പ്രാപിക്കാനാണ്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് യേശു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാകട്ടെ അപ്പ. ഞങ്ങളുടെ ശരീരം കൊണ്ട് പലയിടങ്ങളിൽ കസേരകളിൽ ഇരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ ആണിപ്പഴുതേറ്റ പാദത്തിങ്കൽ ഞങ്ങൾ അങ്ങിൽ നിന്നും കേൾക്കുവാൻ, അങ്ങിൽ നിന്നും പ്രാപിപ്പാൻ, അങ്ങിൽ നിന്നും ഒരു കരസ്പർശം സ്വീകരിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ദൈവം ഞങ്ങളെ തൊടും, ദൈവം ഞങ്ങളോട് സംസാരിക്കും, ദൈവം ഞങ്ങളെ വിടുവിക്കും, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കും, ദൈവം ഞങ്ങളെ സൗഖ്യമാക്കും. ഞങ്ങൾ വന്നതുപോലെ മടങ്ങാൻ എൻ്റെ യേശു ഞങ്ങളെ അനുവദിക്കുകയില്ല. ഈ വചനത്താൽ ഞങ്ങളെ ദൈവം ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പാകെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിരുവചനം ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണമുള്ള സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. പാറയെ പിളർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിനകത്ത് ദൈവവചനത്തെ ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം ആരുടെയെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അവരെ തിരിച്ചറിവിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുമാറാകണമേ. ലെറ്റ് ദം ബി ഫിൽഡ് വിത്ത് ദ ഡിസേണിംഗ് സ്പിരിറ്റ്. ഇന്ന് അങ്ങനെ ചെയ്യുക. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വലിയ ആത്മീയ അന്തരീക്ഷം ഇവിടെ ഒരുങ്ങി വരുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുൻനിരയിലിരിക്കുന്നവർ മുതൽ പിൻനിരയിലിരിക്കുന്നത് വരെയും ഈ ശബ്ദം കേട്ടുകൊണ്ട് ഇതിനകത്ത് കടന്നു വരുന്നവരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ താഴ്മയോടുകൂടെ അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം, മറുപടി നൽകണം. കർത്താവിൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കാൻ വക ഞങ്ങൾക്ക് തരണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളുമാറാകണം പ്രിയ പിതാവേ. ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഒരു വലിയ തിരിച്ചറിവിലേക്കാണ് ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മെ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത്. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി തിരിച്ചറിവുകൾ ഉണ്ടായ തിരിച്ചറിവുകൾ ദൈവസഭയെ അറിയിക്കുവാൻ ഒരു വലിയ താല്പര്യമുണ്ടായി. സോ ദിസ് മൈറ്റ് ബി എ സെൽഫ് റിയലൈസേഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു വലിയ തിരിച്ചറിവിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എന്തിനാണ് കത്തുകൾ? എന്തിനാണ് എഴുത്തുകൾ? എന്തിനാണ് ലേഖനങ്ങൾ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെപ്പോലെ എന്നെപ്പോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു സഭയായി ഒരുമിച്ച് കൂടി വന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ വിശ്വാസത്തിലും കൃപയിലും ഓരോ ദിവസവും നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാർക്കും ഒരു പ്രഭാത മന്ന പോലെയായിരുന്നു. അവർ വചനം ശുശ്രൂഷിക്കുകയും ദൈവമക്കളെ ആശ്വസിപ്പിക്കുകയും കർത്താവിൽ അവരെ ഉറപ്പിക്കുകയും ചെയ്തിട്ട് കടന്നു പോവുക മാത്രമല്ല ചെയ്യുന്നത്, പക്ഷേ they came back and checked whether they are standing in the grace of God. യേശുവിൻ്റെ കൃപയിൽ അവർ നിൽക്കുന്നുണ്ടോ? അവർ ഇപ്പോൾ ഉത്സാഹികളാണോ? അവർ മടുത്തു പോകാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മുന്നിലേക്ക് കുതിക്കുന്നുണ്ടോ എന്ന് അവർ പരിശോധിച്ചിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം പരിശോധിച്ചാൽ പത്രോസ്, യോഹന്നാൻ, ബർന്നബാസ് തുടങ്ങിയ യേശുവിൻ്റെ ശിഷ്യന്മാരും പേര് പറയാത്ത മറ്റ് ഈ തിരശ്ശീലയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരും അവർ വന്ന് നോക്കി പരിശോധിക്കുക പതിവായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടത്താൽ അപ്പോസ്തലത്വം സ്വീകരിച്ച പൗലോസാണ് വാസ്തവത്തിൽ എഴുത്തുകളിലൂടെ യേശുവിൽ നിൽക്കുന്ന വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ അതേ കൃപയിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തി ആരംഭിച്ചത്. അദ്ദേഹം നോക്കിയപ്പോൾ ഞാൻ അന്ത്യോക്യയിൽ ഇരുന്നിട്ട് അവിടെ ശുശ്രൂഷ കഴിഞ്ഞ് യെരുശലേമിലുള്ളവർ കൃപയിൽ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വീണ്ടും കപ്പൽ കയറി യാത്ര ചെയ്ത് മടങ്ങി വരണം. അതിന് സമയം ഒരുപാട് നഷ്ടമാകും, സമ്പത്ത് ഒരുപാട് നഷ്ടമാകും.
യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറ്റുള്ള നാടുകളിലേക്ക് അറിയിക്കുന്നതിൽ നിന്നും എൻ്റെ കാലുകളെ പിന്നിലേക്ക് വലിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അദ്ദേഹം കണ്ടെത്തിയ അനുഗ്രഹിക്കപ്പെട്ട മാർഗമാണ് തൻ്റെ കത്തുകളിലൂടെ ദൈവസഭയെ പ്രബോധിപ്പിക്കുക എന്നുള്ളത്. എഴുത്തുകളിലൂടെ വിശ്വാസത്തിൽ നിലകൊള്ളുക, പിന്നിലേക്ക് കാലെടുത്ത് വയ്ക്കരുത്, വിളിച്ചവൻ വിശ്വസ്തനാണ്, യേശുവിൻ്റെ മുഖം നോക്കിക്കൊള്ളുക എന്നിങ്ങനെയുള്ള ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചതുള്ളതായ ആപ്തവാക്യങ്ങൾ, മർമ്മങ്ങൾ ദൈവസഭയെ അറിയിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിൽ ദൈവസഭയെ നിലനിർത്തി. ഇതാണ് കത്തുകളുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ കേവലം ഇതൊരു കത്തല്ല, ഇതൊരു ലേഖനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കേവലം ഒരു കത്ത് എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ അടിസ്ഥാനത്തെ ഒരു പടി ഉയർത്തി ഇതൊരു ലേഖനമാണ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിന്റെ കാരണം ഒരു സുഖവിവരണ അന്വേഷണമല്ല കത്തുകൾ എന്നുള്ളതാണ്. നിങ്ങൾ സുഖമായിരിക്കുന്നുവോ, അവർ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്, സത്യം തന്നെ. പക്ഷേ അതിന്റെ ആന്തരിക അർത്ഥങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ സുഖവിവര അന്വേഷണമല്ല ഈ കത്തുകളിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമപ്രധാനത്വം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചു നിർത്താനാവാത്തതിന്റെ ആവശ്യകത, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഔന്നത്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യപുത്രത്വം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സർവ്വ പരമോന്നത, ഇങ്ങനെ തുടങ്ങുന്ന യേശുക്രിസ്തുവിനെ സംബന്ധിച്ച ആധികാരികമായ കാര്യങ്ങൾ ഏറെ വൈഭവത്തോടെ എഴുതി ദൈവസഭയെ അറിയിച്ചത് കൊണ്ടും ദീസ് ആർ കോൾഡ് ആസ് എ ടീച്ചിങ് ലെറ്റേഴ്സ്. ഇത് പഠിപ്പിക്കലിൻ്റെ എഴുത്തുകളായി മാറി. അപ്പോൾ നമുക്ക് മനസ്സിലായി, കേവലം മനുഷ്യരുടെ സുഖവിവരങ്ങൾ മാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദൈവിക അരുളപ്പാടുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവയെ ലേഖനങ്ങൾ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പ്രാരംഭമായി ആ വക കാര്യങ്ങൾ അവിടെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ വാക്യത്തിലേക്ക് ഞാൻ വരാൻ താല്പര്യപ്പെടുകയാണ്. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്നു, എല്ലാ ലേഖനങ്ങളെയും പോലെ തന്നെ എഫെസോസിലെ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ്. ഗലാത്യയിലുള്ള സഭയ്ക്ക് നോക്കണം, ശ്രദ്ധിക്കണം, എഫെസോസിലുള്ള സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ചാക്രിയ ലേഖനമാണ്. ഇറ്റ്സ് എ സർക്കുലേറ്റിംഗ് എപ്പിസൽ, വിച്ച് മീൻസ് നിങ്ങൾ സിറ്റി ചർച്ചിൽ പൗലോസിന്റെ കയ്യിൽ നിന്നും ഈ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് വെക്കരുത്. പകരം അതിനെ പകർത്തി എഴുതുകയോ മറ്റുള്ളവരിലൂടെ മറ്റ് ഇതര സഭകളിലേക്ക് അറിയിക്കുകയോ ചെയ്യണം. It is the unity. Amen. We should pray for the surrounding churches. നമ്മുടെ ചുറ്റുപാടുമുള്ള ദൈവസഭകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. We should pray for the man of God, those who are eagerly working in the society. സമൂഹത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തിന് സേവനം അനുഷ്ഠിക്കുന്ന ഓരോ ദൈവദാസന്മാർക്കും ദാസിമാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കടപ്പെട്ടവരാണ്. കർത്താവിൻ്റെ ദാസന്മാർ ദൈവശാസ്ത്രത്തെ സംബന്ധിച്ച്, കർത്താവായ ദൈവപുത്രനെ സംബന്ധിച്ച കാര്യങ്ങളെ എഴുതി അറിയിച്ചതിന് അനന്തരം പറഞ്ഞു, നിങ്ങൾ വായിക്കുകയും മറ്റുള്ളവരെ വായിക്കുവാൻ അനുവദിക്കുകയും ചെയ്യണം. ആമേൻ. ഇന്ന് ഇംഗ്ലീഷ് സർവീസ് നമ്മൾ അനുഗ്രഹീതമായ ഒരു വചനം കേട്ടു. നിങ്ങൾ വാങ്ങുക, വാങ്ങിയത് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ വാങ്ങിക്കൊള്ളുക, വാങ്ങിച്ചത് കൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ മരണകാലം വരെയും ദൈവത്തിൽ നിന്നും വാങ്ങുക. നിങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കരുത്, പിന്നെയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക തന്നെ വേണം. എത്ര ദൈവമക്കൾ യേശുവിനെ വാങ്ങിച്ചിട്ടുണ്ട്? എത്ര ദൈവമക്കൾ യേശുവിനെ കൊടുക്കുന്നുണ്ട്? ഒരു തിരിച്ചറിവിലേക്ക് വരട്ടെ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ തിരിച്ചറിവിലേക്ക് നടത്തട്ടെ. സോ ദ ബൈബിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഹി കെയിം. ഒരു വലിയ പ്രസ്താവനയാണത്. നമ്മൾ 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. യേശു വന്നു. എന്തിനു വന്നു? ആരാണ് ഈ ദൂരത്തുള്ളവരും സമീപത്തുള്ളവരും? 3 എന്താണ് വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന സമാധാനം? 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഇരിക്കണം. ദ ബൈബിൾ സേസ് ഹി കെയിം. പറയുന്നു യേശു വന്നു. ഒരു ഭയങ്കര പ്രസ്താവനയാണ്. ഭയങ്കര പ്രസ്താവന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു വലിയ ശബ്ദമാണ്. ലൂക്കോസ് പറയുന്നത് യേശു വന്നു. ഇത് സർവ്വജനത്തിനുമുള്ള ഒരു വലിയ സന്തോഷമാണ്. മർക്കോസ് പറയുന്നു ദൈവത്തിന്റെ പുത്രൻ വന്നു. ലൂക്കോസ് പറയുന്നു സകല മനുഷ്യരുടെയും പാപങ്ങളെ ഈ തോളിൽ ചുമക്കാൻ മനുഷ്യപുത്രൻ വന്നു. യോഹന്നാൻ പറയുന്നു മനുഷ്യപുത്രൻ മാത്രമല്ല, സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള സന്തോഷം മാത്രമല്ല, ദൈവത്തിന്റെ പുത്രൻ മാത്രമല്ല, ഇതാ ദൈവം നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. Do you develop that concept? ഈ ദൈവിക ആശയം നിങ്ങളിൽ ഉടലെടുക്കുന്നുണ്ടോ? പടിപടിയായി കട്ടകൾ കൊണ്ട് പൊക്കി കയറ്റുന്നത് പോലെ യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസം ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പൊങ്ങി വരുന്നുണ്ടോ? ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ചോദിക്കാം, നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുകയാണ്, വൈ ജീസസ് കെയിം? നമുക്ക് എത്ര പേർക്ക്
ഒരു വ്യക്തിയോട് പറയാൻ കഴിയും യേശു എന്തിന് വന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു, തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. യേശു എന്തിന് വന്നു എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വൈ ഷുഡ് ഐ റിമെയിൻ ആസ് എ ക്രിസ്ത്യൻ? ഞാനൊരു ക്രിസ്ത്യാനിയായി പിന്നെ തുടരേണ്ട ആവശ്യകത എന്താണ്? ഇറ്റ്സ് നള്ളിഫൈ മൈ പൊസിഷൻ. ദൈവത്തിൽ എൻ്റെ സ്ഥാനത്തെ നശിപ്പിക്കുന്നതാണ് യേശു എന്തിന് വന്നു എന്ന് ഒരു വാക്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയായി തുടരാൻ എനിക്ക് അവകാശമില്ല. എൻ്റെ തിരിച്ചറിവാണ്. ഞാൻ ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേലിനെ പരിശോധിച്ചു. കർത്താവിൻ്റെ തിരുവെഴുത്തിനെ പറയുന്നു, ബാല്യം മുതൽ അവർ തിരുവെഴുത്തുകളെ മനസ്സിലാക്കി വന്നു. അവർ ബാലനായപ്പോൾ അവർ കർത്താവിൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു. അവർ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, വി വിൽ നോട്ട് ഡിഫൈൽ അവർ ഓൺ ബോഡി ബിക്കോസ് ദിസ് ബോഡി ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ ദ ലോർഡ്. ഞാൻ ഒരിക്കലും എൻ്റെ ശരീരത്തെ ഞാൻ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ബിക്കോസ് ഈ ശരീരം ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഓരോ അവയവങ്ങളും വചനത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. എൻ്റെ മസ്തിഷ്കം മുതൽ എൻ്റെ ചെറുവിരൽ വരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ഞാൻ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കും? ബാലനെ, 16 വയസ്സിന് താഴെയുള്ള ബാലനെ, ഈ തിരിച്ചറിവ് നിനക്ക് എങ്ങനെ ഉണ്ടായി? തിരിച്ചു പറഞ്ഞു തരും. എൻ്റെ ഓർമ്മ വച്ച നാൾ മുതൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടി. അവൻ വന്നു, നമ്മൾ തിരിച്ചറിവ്. വേദപുസ്തകം ഒത്തിരി രീതിയിൽ പറയുന്നുണ്ട്. യേശു എന്തിനു വന്നു? പൗലോസ് പറയുന്നു, പാപികളെ രക്ഷിപ്പാൻ യേശു വന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. വിവിധ രീതി, യാക്കോബ് പല രീതി പറയുന്നുണ്ട്. ഓരോ പുസ്തകങ്ങളും വാതിൽ തുറന്ന് നിങ്ങൾ കയറിയാൽ ഓരോ ധനവും നിക്ഷേപങ്ങളുമായി നിങ്ങൾക്ക് കയറി വരാം. ഓരോ പുസ്തകങ്ങളും ഓരോ നിധി കലവറയാണ്. നിങ്ങൾ അങ്ങനെ താല്പര്യത്തോടെ ഒരു അഡ്വഞ്ചർ ഹണ്ട് പോലെ നിങ്ങൾ കയറിയാൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് യേശുവിനെ കൊണ്ടുവരാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം മുഴുവനും ക്രിസ്തുവിൽ, ക്രിസ്തു, യേശു എന്ന പദങ്ങൾ ഞാൻ അടിവരയിട്ട് നോക്കിയപ്പോൾ ഒന്നും തുടക്കം മുതൽ ഒടുവിൽ വരെയും യേശുവിനെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം പറയുന്നു, യേശു വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നമുക്ക് വേണ്ടി വന്നു. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി ഉള്ള പല്ലെല്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, യേശു നിങ്ങൾക്ക് വേണ്ടി വന്നു. ഉറങ്ങുന്നവരെയും തട്ടി ഉണർത്തി, യേശു നിങ്ങൾക്ക് വേണ്ടി വന്നു. സർവ്വലോകത്തിലുമുള്ള ഒരു വലിയ സന്തോഷം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ആഴ്ച എത്ര പേർ സന്തോഷമുള്ളവരായിരുന്നു? നമ്മൾ കൂട്ടത്തിൽ പലരും സന്തോഷമില്ലാതെ പോയവരാണ്, സന്തോഷമില്ലാത്തവരാണ്. ഞാൻ കർത്താവിൽ ദൈവത്തിന് നന്ദി പറയുന്നു. സന്തോഷത്തോടുകൂടെ ദൈവം സൂക്ഷിച്ച ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ദൈവം നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ സ്റ്റാൻഡിങ്, നിങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വീണുപോയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്ര വലിയവൻ. നോക്കൂ, ഇവിടെ പറയുന്നു കർത്താവ് വന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയാൽ നമ്മുടെ സമയം നമുക്ക് നിൽക്കുകയില്ല. ഏകദേശം 1500-ലധികം പ്രവചനങ്ങൾ പഴയ നിയമ പുസ്തകത്തുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം കൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഇങ്ങനെ 1000-ലധികം പ്രവചനങ്ങൾ ആരെക്കുറിച്ചുള്ളത്? സ്ത്രീയുടെ സന്തതി, ഉദ്ധാരകൻ, വിമോചകൻ, വിടിവെപ്പുകാരൻ, രക്ഷകൻ എന്നൊക്കെ പറയുന്നെങ്കിലും ദൈവം പറയുന്നത് പുത്രൻ വരാൻ. 1000-ലധികം വരുന്ന പ്രവചനങ്ങൾ ഒരേ ദിശയിൽ യാത്ര ചെയ്ത് കാലങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, പല സമൂഹങ്ങളുണ്ടായി. അവർ മണ്ണിനടിയിലായി, മണ്ണിൽ നിന്ന് എഴുന്നേറ്റു, പ്രസവിച്ചു, കൊടുത്തു, വന്നു. രാജാക്കന്മാരുണ്ടായി, സാമ്രാജ്യങ്ങളുണ്ടായി, നാട്ടുശക്തികളുണ്ടായി. ഇതെല്ലാം വന്നു. ജനാധിപത്യം വരെ ഉടലെടുക്കുവാൻ തൊട്ട് മുമ്പ് ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായി. കഴിച്ചിട്ട് മിച്ചം കൊടുക്കാതെ തറയിലിട്ട് ചവിട്ടി അരച്ച് കളയുന്ന ഇരുമ്പ് പോലുള്ള സാമ്രാജ്യം റോമൻ ശക്തികൾ നിൽക്കവേ തന്നെ ഈ പറയുന്ന 1000-ലധികം പ്രവചനങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്തു. ലൂക്കോസ് പറയുന്നു, ആ പ്രവചനങ്ങൾക്ക് പൂർത്തീകരണമുണ്ടായി. ഈ പൂർത്തീകരണം എൻ്റെയും നിങ്ങളുടെയും സന്തോഷത്തിന് വേണ്ടിയാണ്. സന്തോഷിക്കാൻ തയ്യാറാണോ? ഞാൻ വേദപുസ്തകം നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആലയം സന്തോഷത്തിൻ്റെ ആലയം എന്ന് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഓരോ സഭായോഗവും ആനന്ദത്തിൻ്റെ സഭായോഗമെന്ന് കണ്ടു. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്തു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവർക്ക് ദുഃഖിക്കാൻ അനുവാദമില്ല. കൽപ്പനയാണ്. സക്കറിയ, യിരെമ്യാ പുരോഹിതനും യെഹസ്കേൽ പുരോഹിതനും എസ്രാ ശാസ്ത്രിയുമൊക്കെ ദൈവസഭ വിളിച്ചു കൂട്ടിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, യു ഷുഡ് നോട്ട് ബി സാഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ബിക്കോസ് വൈ? ബിക്കോസ് യു ആർ നോട്ട് ബിലീവിംഗ് ദാറ്റ് യു ആർ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്താണ് എന്ന് വിശ്വസിക്കുന്നവർ വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കർത്താവിലുണ്ട്. കരങ്ങളെ തട്ടി ദൈവത്തിന് നല്ല മഹത്വം കൊടുത്താട്ടെ. ഞാൻ യേശുവിന്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ യേശുവിൽ ആനന്ദിക്കും, ഞാൻ യേശുവിൽ സന്തോഷിക്കും. ബിക്കോസ് ഹി കെയിം. എൻ്റെ കർത്താവ് വന്നിരിക്കുന്നു. ഒരു നല്ലൊരു പാട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥകളെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു നമ്മുടെ കർത്താവ്. നോക്കൂ,
ഇവിടെ ഇവിടെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് എഫേസ്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം പൊതുവായ കാര്യമാണ്. ഇറ്റ് ഹാസ് മൾട്ടി ഫേസഡ് തിങ്സ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പരിശോധിക്കൂ, എഫേസ്യ ലേഖനത്തിൽ നിന്ന് അടിസ്ഥാനത്തിൽ യേശു എന്തിനു വന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കേന്ദ്ര അർത്ഥമുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിൽ കേന്ദ്ര അർത്ഥം എന്ന് പറയുന്നത് യേശു വന്നത് സമാധാനം ഉണ്ടാക്കാനാണ്. നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. യേശു വന്നു, ദൂരത്തായിരുന്നവർക്കും സമീപത്തായിരുന്നവർക്കും അവൻ സമാധാനത്തെ എന്ത് ചെയ്തു? സുവിശേഷിച്ചു എന്ന് പറയുന്നത് നടപ്പിൽ വരുത്തി എന്നുള്ളതാണ്. നടപ്പിൽ വരുത്തി. കാര്യം സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു സന്ദേശം മാത്രമല്ല, അതൊരു പ്രവൃത്തിയാണ്. സുവിശേഷം പ്രവൃത്തിയായതുകൊണ്ട് അവൻ സമാധാനത്തെ നടപ്പിൽ വരുത്തി. അപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കണം, യേശു വന്നത് എന്നിലും നിങ്ങളിലും സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. എത്ര പേർ കഴിഞ്ഞ രാത്രികളിൽ സമാധാനമില്ലാതെ കടന്നു? എത്ര പേർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു? തൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത്, ശരീരത്തെക്കുറിച്ചോർത്ത്, സമ്പത്തിനെക്കുറിച്ചോർത്ത്, തലമുറകളെക്കുറിച്ചോർത്ത് സമാധാനമില്ലാതെ ഒരുപറ്റം ജനങ്ങൾ ഇവിടെ നെട്ടോട്ടം തിരിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം പറയുന്നു, He came to give us the peace. കർത്താവ് വന്നു നമുക്ക് സമാധാനം നൽകി തരുവാൻ. നോക്കൂ, ഈ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1 ഐക്യത, 2 വ്യക്തിത്വം, 3 ലക്ഷ്യം, 4 തിരിച്ചറിവ്, 5 പ്രാധാന്യത. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തോടും ദൈവസഭയിലുള്ള വിശ്വാസികളോടും വലിയ ഐക്യത നമുക്കുണ്ടായിരിക്കണം. 2 പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പുതിയൊരു വ്യക്തിത്വം ഉണ്ടാകണം. പിന്നെ യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിയണം. യേശുവിലൂടെ ലഭിക്കുന്ന പുതിയ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. പിന്നെ ഇരുട്ടിൻ്റെ ദുഷ്ട ആത്മാക്കളോട്, ദുരാത്മാക്കളോട് എതിർത്ത് നിൽക്കാനും ചെറുത്ത് നിൽക്കേണ്ടതിൻ്റെയും പ്രാധാന്യത എന്ത് എന്ന് ഈ ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ ദാസൻ ദൈവസഭയെ പഠിപ്പിക്കുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവിൻ്റെ ദാസൻ ഈ ലേഖനത്തിലൂടെ മുന്നിലോട്ട് വയ്ക്കുന്ന 5 പ്രധാന ആശയങ്ങൾ: ഐക്യത, വ്യക്തിത്വം, ലക്ഷ്യം, തിരിച്ചറിവ്, പ്രാധാന്യത. നമ്മളിത് തൊട്ട് മുന്നോട്ട് പോകും. നോക്കൂ, യേശു എന്തിനു വന്നു? കർത്താവിൻ്റെ ദാസൻ പറയുന്നു, ഐക്യതയുണ്ടാക്കാൻ, ഐക്യത പുനഃസ്ഥാപിക്കാൻ യേശു വന്നു. ഐക്യത പുനഃസ്ഥാപിക്കാൻ യേശു വന്നു. മറന്നു പോകരുത്. യേശു എന്തിനു വന്നു? പൗലോസ് പറയുന്നു, ഐക്യതയെ പുനഃസ്ഥാപിക്കാൻ. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കൂ, പുനഃസ്ഥാപിക്കാൻ, വീണ്ടും, ടു റിസ്റ്റോർ, വീണ്ടും സ്ഥാപിക്കാൻ. അപ്പൊ അതിനർത്ഥം മുന്നമേ എപ്പോഴോ തകർന്നു പോയി, ഐക്യത ഇല്ലാതെയായി. അത് എവിടെ വെച്ചാണ്? എങ്ങനെ ഇത് പുനഃസ്ഥാപനമാണ് എന്നും ഇത് മുന്നമേ തകർന്നു പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ദാസൻ 9-10 കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് ക്രിസ്തുവിൽ പിന്നെയും ഒന്നിച്ച് ചേർക്കേണ്ടതിന്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, പിന്നെയും ചേർക്കണമെങ്കിൽ ആദ്യം എന്ത് സംഭവിച്ചു? നമുക്ക് വേറെ അറിയാം. ഈ ദൈവവുമായിട്ടുള്ള ഐക്യത നമ്മൾ ആദ്യം കാണുന്നത് വാസ്തവത്തിൽ ഏദനിലാണ്. ദൈവവുമായിട്ടുള്ള ഐക്യത നമ്മൾ ആദ്യം കാണുന്നത് എവിടെയാണ്? ഏദനിലാണ്. ഇവിടെ നോക്കൂ, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത്. സ്വർഗത്തിൽ ആരുണ്ട്? യെസ്, സൃഷ്ടാവായ ദൈവമുണ്ട്. ഭൂമിയിൽ ആരുണ്ട്? സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികളുണ്ട്. നോക്കൂ, സ്വർഗത്തിലുള്ളതും സൃഷ്ടാവായ ദൈവവും ഭൂമിയിൽ ഉള്ളതും സൃഷ്ടികളെയും പിന്നെയും ഐക്യതയിലേക്ക് കൊണ്ടുവരാൻ. ലോകത്തെ എല്ലാ മതങ്ങളും വിഭാഗങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്, ഒരു വലിയ ഗ്യാപ്പുണ്ട്. ഭൂമിയിലെ മനുഷ്യന് സ്വർഗത്തേക്ക് പ്രവേശിക്കാൻ, സ്വർഗ തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഒരു അധികാരവുമില്ല. ദേവന്മാർക്ക് ഭൂമിയിൽ ഇറങ്ങി വന്ന് എപ്പോഴും മനുഷ്യരുമായി ഒരു സംസർഗം പുലർത്താൻ, എപ്പോഴും മനുഷ്യരുമായി സംസർഗം പുലർത്താനുള്ള അനുവാദമൊന്നും ഇല്ല. മനുഷ്യർക്ക് മനുഷ്യരുടെ തലം, ദേവന്മാർക്ക് ദേവന്മാരുടെ തലം, രാക്ഷസന്മാർക്കും അസുരന്മാർക്കും അവരവരുടേതായ തലം. ഇവിടെ പറയുന്നു, ആദിമ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ല. അവൻ തൻ്റെ സൃഷ്ടാവുമായി നല്ലൊരു ഐക്യതയിലായിരുന്നു. സൃഷ്ടാവുമായി ഐക്യതയിലായിരുന്നുവെങ്കിൽ ആ ഐക്യതയെ തകർത്ത് കളഞ്ഞ ഘടകം എന്താണ്? തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, എല്ലാ ഐക്യതകളെയും, എല്ലാ യൂണിറ്റുകളെയും ഛിദ്രിപ്പിക്കുന്നത് ഒരുവനുണ്ട്. അവനെ വേദപുസ്തകം വിവക്ഷിക്കുന്നത് എതിരാളി എന്നാണ്, പിശാച് എന്നാണ്, ദുഷ്ടൻ എന്നാണ്. ഞാൻ നിങ്ങളുടെ ആത്മീയാർത്ഥം പറയാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് ഐക്യത നഷ്ടപ്പെടുന്നെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. അത് ഇരുട്ടിന്റെ ആത്മാവാണ്. ചർച്ചിനകത്ത് ഐക്യതയില്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്. സമൂഹത്തിൽ ഐക്യതയില്ലെങ്കിൽ അതിന് പ്രവർത്തിക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്. യുദ്ധങ്ങളെ ഉണ്ടാക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്. അടിപിടി, കലഹം, ഗുസ്തി, പള്ള് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്.
അതിക്രമങ്ങൾ, പാപത്തിന്റെ സ്വഭാവങ്ങൾ, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നടപ്പ്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഇരുട്ടിന്റെ ആത്മാവിനോട് ആമേൻ പറയരുത്, ഇരുട്ടിന്റെ ആത്മാവിനോട് എതിർത്ത് നിൽക്കണം. എത്ര പേർ തീരുമാനമെടുക്കും, ഇരുട്ടിന്റെ ആത്മാവിനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും, ഇരുട്ടിന്റെ ആത്മാവിനെ എന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കും, ഇരുട്ടിന്റെ ആത്മാവിനെ എന്റെ തലച്ചോറിൽ നിന്ന് പുറത്താക്കും, ഇരുട്ടിൽ നിന്ന് ആത്മാവിനെ എന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കും, എന്റെ ഭാവിയിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ തലമുറകളിൽ നിന്ന്, എന്റെ ഭാര്യയിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന്, എന്റെ വസ്തുക്കളിൽ നിന്ന്, എന്റെ അതിരിൽ നിന്ന്, എന്റെ ദേശത്ത് നിന്ന്, എന്റെ രാജ്യത്തിൽ നിന്ന്, എന്റെ കോണ്ടിനെന്റിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. ഒന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടാം. കേരളത്തിൽ പറയുന്ന ഒരു ഭയങ്കരമായ പഴഞ്ചൊല്ലുണ്ട്, ഐകമത്യം. പലപ്പോഴും നമുക്കറിയില്ല എങ്കിൽ പോലും നമ്മൾ പറയും ഐകമത്യം മഹാബലം. ഇന്നലെ എൻ്റെ മോന് PTA മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിന് പ്രസംഗിക്കാനായിട്ട് ക്ലാസ് എടുക്കാൻ വന്നത് ഒരു സാറായിരുന്നു, സൈക്കോളജി സാറ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്നത്തെ സമൂഹത്തിൽ കുടുംബ ബന്ധം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് എന്ന് പറഞ്ഞ് തിരുന്നതിന് മുമ്പ് ഇരുന്നവർ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, ഫാമിലീസ് എല്ലാം റൺ ചെയ്യുന്നത് ആ ഒരു അർത്ഥത്തിലാണ്, അഡ്ജസ്റ്റ്മെൻറ്റ്. അദ്ദേഹം ചോദിച്ചു എന്താ അഡ്ജസ്റ്റ്മെൻറ്റ്? അപ്പോൾ അതിന് മറുപടിയില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ അർത്ഥം അറിഞ്ഞുകൂടാത്ത കാര്യമാണോ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നത്? ഇതുപോലെയാണ് നമ്മൾ പലരും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമ്മൾ വേണ്ടതുപോലെ എന്ത് ചെയ്യുന്നില്ല. ഐകമത്യം മഹാബലം എന്നുള്ള പഴഞ്ചൊല്ല് നമുക്കറിയാം. വേറൊരു പഴഞ്ചൊല്ലുണ്ട് നമുക്കറിയാം, ഒരുമയുണ്ടെങ്കിൽ കിടക്കാം നമുക്ക്. വേറൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരുമ തന്നെ പെരുമ. ഇതെല്ലാം പറഞ്ഞു വെക്കുന്ന വേറെ ഒന്നിനുമല്ല, നാം ചേർന്ന് നിൽക്കണം. അടുത്തുള്ളവർ നോക്കി പറയാം, അത് നമ്മൾ പറയേണ്ടത്, നാം ചേർന്ന് നിൽക്കണം. പറയാം, നാം ചേർന്ന് നിൽക്കണം. അവർ കേട്ടില്ലെന്ന്, നാം ചേർന്ന് നിൽക്കണം. നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം. എവിടെ ചേർന്ന് നിൽക്കുമോ അവിടെ ബലമുണ്ടാകും, എവിടെ ഭിന്നിച്ച് നിൽക്കുമോ അവിടെ വീഴ്ചയുണ്ടാകും. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ, ബ്രിട്ടീഷുകാർ എല്ലാ രാജ്യത്തും പയറ്റി തെളിഞ്ഞ ഒരു കാര്യമാണ് ഡിവൈഡ് ആൻഡ് റൂൾ. ഭിന്നിപ്പിക്കുക, അധികാരം സ്ഥാപിക്കുക. മര്യാദയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇന്ത്യ ആയിരുന്നത് പോലെ വിട്ടിട്ട് പോയിരുന്നു എങ്കിൽ പോലും പിന്നെ ഇന്ത്യക്ക് യുദ്ധം കൂടാതെ ജീവിക്കാമായിരുന്നു. ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുറികണ്ടത്തെ കൂടെ മാറ്റി വെച്ചിട്ടാണ് അവർ പോയി കളഞ്ഞത്. അവർ പാലസ്തീൻ ഇറങ്ങിപ്പോയപ്പോൾ അത് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയിരുന്നെങ്കിലും പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇസ്രായേലിനെ എല്ലാവരും വിളിച്ചു വരുത്തി വെച്ചിട്ടാണ് കയറിപ്പോയത്. ഇത് റോമാക്കാർ ചെയ്ത പരിപാടിയാണ്. ഞാൻ തിന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട, മറ്റവനും തിന്നണ്ട. എനിക്കൊരു അച്ചാമ്മയുണ്ടായിരുന്നു, എനിക്കൊരു അച്ചാമ്മയേ ഉള്ളൂ. പുള്ളിക്കാരത്തി മരിച്ചുപോയി. പുള്ളിക്കാരത്തി വട്ടപ്പാറയിലുള്ള തൻ്റെ വീടിൽ നിന്നും പോയപ്പോൾ ഭയങ്കര ബോഞ്ചി വള്ളിയുണ്ട്. ബോഞ്ചി എന്നല്ലേ പറഞ്ഞത്, ഈ വലിയ സാധനം, പാഷൻ ഫ്രൂട്ട്സ്, അതാണ് ബോഞ്ചിക്ക. അപ്പോൾ ഇവർ വീട് വിട്ട് ഇറങ്ങുകയാണ്. ഇത് ബോഞ്ചിക്ക ഇങ്ങനെ കാച്ചില്ല, ഞാൻ കേട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ അച്ചാമ്മ ഇറങ്ങിപ്പോവാണ്. അച്ചാമ്മ ഇറങ്ങിപ്പോയപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അച്ചാമ്മയ്ക്ക് എന്തായാലും ബോഞ്ചിക്ക എടുക്കാൻ പറ്റൂല. ഇതെല്ലാം കൂടെ വിച്ച് പറക്കി പൊട്ടക്കിണറിനെ തള്ളിയിട്ടാണ് പോയത്. എനിക്കില്ലെങ്കിൽ അവനും വേണ്ട. ചേർന്ന് നിൽക്കണം, നമ്മൾ ചേർന്ന് നിൽക്കണം. യോഹന്നാൻ സുവിശേഷം 17:21-23 യേശു പറയുന്നുണ്ട്, പിതാവേ, ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ചേർന്ന് നിൽക്കുന്ന പോലെ എന്നിൽ വിശ്വസിക്കുന്ന ഇവരെല്ലാവരും നമ്മിൽ ചേർന്നിരിക്കണം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ഒന്നാകണം, നാം ഒന്നായിരിക്കുന്ന പോലെ. യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ. ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. അങ്ങ് പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് അങ്ങേക്കും സമ്മതമാണ്. ഞങ്ങൾക്ക് രണ്ടർക്ക് രണ്ട് തീരുമാനമില്ല. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടം. നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളെല്ലാവരും ഒന്നായിരിക്കണം. ഐക്യത പുനഃസ്ഥാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഏദനിലെ ഐക്യതയെ തകർത്തത് അവരെ വശീകരിച്ച് വഞ്ചിച്ച പിശാചാണ്. ഐക്യതയെ തകർക്കുന്നത് എപ്പോഴും പിശാച് തന്നെയാണ്. ഐക്യതയെ നഷ്ടപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ വശീകരിക്കപ്പെടുമ്പോഴാണ്. അവനെ വശീകരിക്കുന്നത് കൂടെ നിർത്താനല്ല, അവനെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ ഐക്യത നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം കാണുമ്പോൾ പാമ്പും കീരിയും പോലെ തോന്നുന്നുവെങ്കിൽ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ മുഖത്തോട് മുഖം നോക്കി ഒരു ചിരി പോലും നമുക്ക് പാസ്സാക്കാൻ കഴിയാതെ വന്നാൽ, സമൂഹത്തിൽ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ, അതിനർത്ഥം നമ്മൾ എവിടെയോ അറിഞ്ഞോ അറിയാതെയോ ഈ അനൈക്യത ഉണ്ടാക്കുന്ന, നമ്മെ വശീകരിക്കുന്ന, വഞ്ചിക്കുന്നവൻ കയറി ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതങ്ങൾക്ക് ബലമുണ്ടാകണം, അവയെ ഭത്സിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മൾ ചേർന്ന് നിൽക്കണം. ഇവിടെ വചനം പറയുന്നു, ദൈവദാസൻ പറയുകയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ദൈവവുമായി നല്ലൊരു ബന്ധമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവവുമായി നല്ലൊരു ബന്ധമുണ്ടായാൽ, ഒരു സഖിത്വമുണ്ടായാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? കേൾക്കണം. 1, നമ്മുടെ കാലുകളെ വലയിൽ നിന്നും അവൻ വിടുവിക്കും. 2, അവിടെ നിന്ന് കരുണ കാണിക്കും. 3, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വർദ്ധിച്ച മനപീഡകളും
ഭയങ്കരമായ സങ്കടങ്ങളും കർത്താവ് എടുത്തു മാറ്റി ആശ്വാസം പകരും. നമ്മുടെ അരിഷ്ടതകൾ, നമ്മുടെ അതിവേദനകൾ കർത്താവ് എടുത്തു മാറ്റും. സകല പാപങ്ങളും അവൻ നമുക്ക് ക്ഷമിച്ചു തരും. നമ്മുടെ പ്രാണനെ അവൻ പരിപാലിക്കും. ഒരു കാര്യം പറയാനുണ്ട്, പ്രാണനെ പരിപാലിക്കുമ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 2 പാമ്പ് ഞങ്ങളുടെ വീടിൻ്റെ കയറി വന്നു കേട്ടോ. ഒരു പാമ്പ് വീട്ടിനകത്ത് കയറി, അതെൻ്റെ മാതാവും ഭാര്യയും കൂടെ നിന്ന് അതിനെ കശാപ്പ് ചെയ്ത് എറിഞ്ഞു. മറ്റൊരു പാമ്പ് ഞാൻ വണ്ടി എടുത്ത് പുറകിലേക്ക് നോക്കിയപ്പോൾ മറ്റൊരു പാമ്പ് കിടക്കുന്നു. പക്ഷെ അതിൻ്റെ തല ചവിട്ടിയിട്ടുണ്ട്, ബോഡി മാത്രമേ ഉള്ളൂ, ചത്ത് കിടക്കുന്നു. എനിക്ക് മുമ്പ് മറ്റാരും അതുവഴി പോയിട്ടില്ല. ഞാൻ വാഹനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങിയിട്ടുമില്ല. പക്ഷേ ആ പാമ്പ് ഇഴഞ്ഞ് വന്നതും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബൈക്ക് എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ തല തകർക്കപ്പെട്ടവനായി പാമ്പ് കിടക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചതേയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രാണനെ അവൻ കാത്തു സൂക്ഷിക്കും. പ്രാണനെ കാത്തു സൂക്ഷിക്കും. പ്രാണനെ കാത്തു സൂക്ഷിക്കും. ദൈവവുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം. വന്യമൃഗങ്ങളിൽ നിന്ന് പോലും, കാട്ടുമൃഗങ്ങളിൽ നിന്ന് പോലും, നമ്മുടെ കണ്ണെത്താത്തിടത്ത് പോലും നമ്മെ കണ്ട് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം നിങ്ങളെ അനാഥനായി വിടുന്നതല്ല. ദൈവവുമായി നമുക്ക് ഒരു ഐക്യത ഉണ്ടാകണം, ഒരു സഖിത്യം ഉണ്ടാകണം. നാം ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. 7ാമത്തെ കാര്യം, അവൻ ലജ്ജിച്ചു പോകാതെ ജീവിക്കാൻ അവൻ നമുക്ക് വഴിതരും. കർത്താവിനോടുമായി നല്ലൊരു ബന്ധമുണ്ടായാൽ നമുക്ക് ഈ കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഇത് മനസ്സിലാക്കൂ, യേശു ക്രിസ്തുവുമായി, ദൈവവുമായി ചേർന്ന് ഐക്യതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. 2ാമത്, യേശു എന്തിനു വന്നു എന്ന് പൗലോസ് പറയുന്നത് തൻ്റെ സഭയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒന്ന് നമ്മൾ ചിന്തിച്ചു, ഐക്യതയെ പുനഃസ്ഥാപിക്കാൻ. 2ാമത്, തൻ്റെ സഭയെ എന്ത് ചെയ്യാൻ? ലോകത്തിന് പരിചയപ്പെടുത്താൻ. അതിൻ്റെ ആവശ്യകത എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ സഭയെ ലോകത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത എന്താണ്? നമ്മൾ വളരെ കാര്യം ശ്രദ്ധിക്കണം. അന്ന് റോമൻ മന്ത്രിസഭയുണ്ട്, യഹൂദന്മാർക്ക് സഭായോഗമുണ്ട്. ബൈബിളിൽ എഴുതിയിരിക്കുന്നതും ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതുമായ പലവിധ കൂട്ടങ്ങൾക്കും പലവിധ സഭകളുണ്ട്. സഭയെന്ന് വെച്ചാൽ കൂട്ടായ്മ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായും വിഭിന്നമായും യേശു ക്രിസ്തുവിൻ്റെ സഭ ഉലകത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യം എന്താണ്? പൗലോസ് പറയുന്നു, യേശു തൻ്റെ സഭയെ പരിചയപ്പെടുത്തുവാൻ ഉലകത്തിൽ വന്നു. ഞാൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായം ഒരുപാട് നാളുകൾ കൊണ്ട് വായിക്കുന്നതാണ്. എനിക്ക് അതങ്ങോട്ട് ആ മീറ്ററിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ ഫുൾ സ്റ്റോപ്പില്ല. 1-ാമത്തെ വാക്യം അങ്ങോട്ട് ആരംഭിച്ച ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയാണ്. ഒരു പോക്കാണ്, അവസാനം ഇരുന്ന് നിൽക്കുള്ളൂ. ഇതിനിടയിൽ ബോഗിയെല്ലാം തപ്പിപ്പിടിച്ച് ഇത് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് എൻ്റെ തല ഇതുവരെ അത് തുറന്നു വന്നില്ല. 1-ാമത്തെ അധ്യായം മാത്രം. പക്ഷേ 1-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിൽ ഇതെല്ലാം പറഞ്ഞ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പറയുകയാണ്, അത് സഭയ്ക്ക് തന്നിരിക്കുന്നു. എൻ്റെ ദൈവമേ, അത് സഭയ്ക്ക്. ഞാൻ ചിന്തിച്ചു, ദൈവമേ, അപ്പം സഭയിൽ നിന്നും സഭയോട് ഭയങ്കരമായ ഒരു പുച്ഛ മനോഭാവം ഞാൻ സൂക്ഷിച്ചാൽ, സഭയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായാൽ, ഈ സഭ ഒന്നും ശരിയല്ല എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായാൽ, ദൈവമേ, എൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം പോയി. സ്തോത്രം, അവൻ സഭയ്ക്ക് കൈമാറിയിരിക്കുന്നു. കർത്താവിന് വചനം പറയുന്നു, യേശു തൻ്റെ സഭയെ ഉലകത്തിൽ പഠിപ്പിക്കുവാനായിട്ട്, ഉലകത്തിൽ പരിചയപ്പെടുത്തുവാനായിട്ട് യേശു വന്നു എന്നുള്ളത്. യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, റോമൻ ഭരണത്തിൽ അവരുടെ തലത്തിലുള്ളവർക്ക് മാത്രമേ അതിനകത്ത് അംഗീകാരമുള്ളൂ. അവരുടെ ആൾക്കാർ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് പങ്കുചേരാൻ കഴിയൂ. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അവരവരുടെ ആൾക്കാർ മാത്രം. എൻ്റെ പുരികമാണ് അവനെങ്കിൽ അവൻ എൻ്റെ കൂടെ കൂടാ കേട്ടോ. എൻ്റെ അതേ മൂക്കാണ് നിനക്കെങ്കിൽ നിനക്ക് എന്നോട് കൂടാം. എൻ്റെ അതേ നിറമാണെങ്കിൽ നിനക്ക് എന്നോട് കൂടാം. ഇങ്ങനെ സ്വന്തം താല്പര്യങ്ങളെ ഭൂമിയിൽ നടപ്പാക്കാൻ മനുഷ്യനിർമ്മിതമായ സഭകൾ ഒത്തിരി ഉണ്ടായപ്പോൾ യേശു തൻ്റെ സഭയെ കൊണ്ടുവന്നു. അതിനകത്ത് യേശു ചെയ്തൊരു കാര്യം, മനുഷ്യൻ പുറം തള്ളിയതിനെ അവൻ ചേർത്ത് തന്നെ പോലെയാക്കി തൻ്റെ കൂടെ നിർത്തി തൻ്റെ സഭയെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. ഔട്ട്സൈഡേഴ്സ് ബിക്കം ഇൻസൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സിനെ ഇൻസൈഡേഴ്സ് ആക്കിയപ്പോ യേശുവിൻ്റെ പക്ഷത്ത് അനേകായിരങ്ങൾ ഉണ്ടായി. മനസ്സിലായില്ല? ഔട്ട്സൈഡേഴ്സിനെ ഇൻസൈഡേഴ്സ് ആക്കിയപ്പോൾ, പുറം ജാതികളെ യേശു തൻ്റെ ജനനത്തിലൂടെ, തന്നിൽ വിശ്വസിക്കുന്നവരെ പുതുജനനത്തിലൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചപ്പോൾ, മറ്റുള്ള സഭകളുടെ എണ്ണം പരിശോധിച്ചപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ എണ്ണം ബൃഹത്തായി തോന്നി.
അതുകൊണ്ട് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം, യേശുവും തൻ്റെ ശിഷ്യന്മാരും തൻ്റെ കൂടെയുള്ള 1000-ലധികം പുരുഷന്മാരും 5000-ലധികം പുരുഷന്മാരും ഒരു വഴി നടന്നു പോയാലേ അത് ഹൈവേ ആണ്. ഏത് ഇടവഴിയും യേശു കയറി വന്നാൽ പെരുവഴിയാകും. ദൈവത്തിന് സ്തോത്രം. ഇടവഴിയിലുള്ളതിനേക്കാൾ നന്മ പെരുവഴിയിലുണ്ട്. ഇടവഴിയിൽ 1-2 മുറുക്കാൻ കട കാണും, പെരുവഴിയിൽ നിങ്ങൾക്ക് വേണ്ടി മൾട്ടി കോർപ്പറേറ്റ്സുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യു ഷുഡ് റിസീവ് ദാറ്റ് ബ്ലെസ്സിങ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ യേശു ഭൂമിയിൽ വന്നത് തൻ്റെ സഭയിൽ നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ സഭ എന്നതിനെ കുറിച്ച് ഭയങ്കരമായ ചില ചിത്രീകരണം പൗലോസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഈ യേശു ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. 2, ദൈവ മഹത്വത്തിൻ്റെ ജ്ഞാനമാണ്. 3, ഇത് യേശു ക്രിസ്തു വെളിപ്പെടുത്തി തന്ന സത്യമാണ്. 4 എന്ന് പറയുന്നത് വിശുദ്ധന്മാരാകുന്ന നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്. 5 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഇടമാണ്. 6 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വല്ലഭത്വം വ്യാപരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ്. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ അധികാരവും യേശുക്രിസ്തുവിൻ്റെ ശക്തിയും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വവും വെളിപ്പെടുന്ന ഇടമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ കുറവുകൾ ഉള്ളവനായി വന്നാൽ അവൻ്റെ കുറവുകളെ നികത്തി നിറവിൻ്റെ നാഥൻ തൻ്റെ നിറവിൽ നിന്നും അവനെ നിറച്ച് അവനെ അയക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. എത്ര പേർ ആർത്തിയോടുകൂടെ ഇതിനകത്ത് ദൈവത്തെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്? ദൈവമേ, എനിക്കൊരു കുറവുണ്ട്, നിറവിൻ്റെ നാഥൻ മധ്യേ ഉണ്ട്, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ കരങ്ങളെ ഉയർത്തുന്നു, എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിച്ച് ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കർത്തൃത്വവും എന്നിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഒരു വലിയ പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകട്ടെ. ചിലർ ദൈവത്തിൻ്റെ സഭ എന്നതുകൊണ്ട് ചിലരെങ്കിലും വിചാരിച്ചു വെക്കുന്നത് ആരാധനയ്ക്കുള്ള ഇടമാണ്. അത് പാർഷ്യലി റൈറ്റാണ്. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ആരാധനയ്ക്കും ഉള്ള ഇടമാണ്, ശിക്ഷണത്തിനും ഉള്ള ഇടമാണ്, പഠനത്തിനും ഉള്ള ഇടമാണ്, പരിശീലനത്തിനും ഉള്ള ഇടമാണ്. ഫുൾ സ്റ്റോപ്പ്. മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ആരാധനയ്ക്കുള്ള ഇടം മാത്രമാണെന്ന് ചിന്തിക്കരുത്. ആരാധനയ്ക്കുള്ള ഇടമാണ്, പഠനത്തിനുള്ള ഇടമാണ്, പരിശീലനത്തിനുള്ള ഇടമാണ്, ശിക്ഷണത്തിനുള്ള ഇടമാണ്. സ്തോത്രം. നമുക്ക് എത്ര സഭ ഉണ്ടാകണം? നമുക്ക് അടുത്ത ഇലക്ഷന് കേരളത്തിൽ ഒരു 5 മുഖ്യമന്ത്രിമാരെ വെച്ചാലോ? അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് ഇന്ത്യയിൽ ഒരു 5 പ്രധാനമന്ത്രിയെ വെച്ചാലോ? പോട്ട്, ഒരു 5 പ്രസിഡന്റെങ്കിലും വേണ്ടേ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? നമ്മുടെ ഭവനത്തിൽ എത്ര ഗൃഹനാഥന്മാർ വേണം? തിരിച്ചറിവിലേക്ക് വരുന്നുണ്ടോ? തിരിച്ചറിവിലേക്ക് വരുന്നുണ്ടോ പ്രിയരെ? പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിവിലേക്ക് വരുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ എത്ര ഗൃഹനാഥൻ വേണം? അപ്പോൾ ഒരു വിശ്വാസിക്ക് എത്ര സഭ വേണം? അതെന്തിനാണ്? 1, ദൈവത്തിൽ നമുക്ക് ആരാധിക്കണം. 2, ദൈവത്തിൽ നിന്ന് പഠിക്കണം. 3, ദൈവത്തിൽ നിന്ന് ശിക്ഷണം പ്രാപിക്കണം. 4, ദൈവത്തിൽ നിന്നും പരിശീലനം നമ്മൾ പ്രാപിക്കണം. ഈ കാര്യങ്ങൾക്ക് നമുക്ക് ദൈവസഭ അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുമെന്ന് അറിയാമോ? നമുക്കൊരു വ്യക്തിത്വം ഉണ്ടായി വരും. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഇഷ്ടത്താൽ ജീവിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ അല്ല, തൻ്റെ താല്പര്യത്തിൽ ജീവിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ അല്ല. ഇടം മാറിപ്പോയി. തൻ്റെ അനുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വരുന്ന ഇടമല്ല യേശുവിൻ്റെ സഭ. യേശുവിൻ്റെ സഭയിൽ ഞാൻ വന്നാൽ യേശു പറയുന്നത് പോലെ ജീവിക്കണം. യേശു പറയുന്നതിനനുസരിച്ച് നമ്മൾ കാലെടുത്ത് വെക്കണം. യേശുവിൻ്റെ പരിശീലനത്തിന് നമ്മൾ വിധേയരാകണം. യേശുവിൻ്റെ ശിക്ഷണ നടപടികൾക്ക് നമ്മൾ വിധേയരാകണം. എന്തിനു വേണ്ടി? നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? ഞാൻ ആദ്യം പറഞ്ഞു, ദൈവവുമായി നമുക്കൊരു ഐക്യത ഉണ്ടെങ്കിൽ വാസ്തവമായി നമുക്ക് സമാധാനം ഉണ്ടാകുന്നു. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, സഭയുമായി നാം ചേർന്ന് നിന്നാൽ, സഭയുമായി ചേർന്ന് ജീവിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, സഭയുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് അറിയാമോ? ലളിതമായി പറഞ്ഞുതരാം. പാസ്റ്ററോട് ചേർന്ന് നിൽക്കണം. കാര്യം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഒരു ദൈവസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാസ്റ്റർ ഉള്ളപ്പോൾ ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കും എന്ന് ചിന്തിക്കരുത്. വെളിപ്പാട് പുസ്തകത്തിലെല്ലാം നമ്മൾ കാണുന്നത് സഭയിലെ ദൂതന്മാരോടാണ് സന്ദേശം കൈമാറിയിരിക്കുന്നത്. പാസ്റ്ററിനോട് നിങ്ങൾ ചേർന്നിരുന്നാൽ നിങ്ങൾ ദൈവസഭയോട് ചേർന്ന് നിന്നു. പാസ്റ്ററിന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിച്ചാൽ
ദൈവത്തിന്റെ സഭയെ നിങ്ങൾ അനുസരിച്ചു. പാസ്റ്ററിന്റെ ശിക്ഷണങ്ങൾക്ക് നിങ്ങൾ ആമേൻ പറഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷണങ്ങൾക്ക് നിങ്ങൾ ആമേൻ പറഞ്ഞു. സ്തോത്രം. നമുക്കൊരു പക്ഷേ നമ്മെ നടത്തുന്ന ഇടയൻ പറയുന്ന കാര്യം അപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ഇപ്പൊ എൻ്റെ സഹോദരിക്ക് ഒരു വിവാഹം, അതിന് വിവാഹം കഴിക്കാൻ വന്ന വ്യക്തിക്ക് 1,00,000 രൂപ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അത് പാസ്റ്റർ ചോദിക്കാതെന്ന് പറഞ്ഞത്. അപ്പോൾ വിവാഹത്തിന് ആവശ്യമായ ഒരു പൈസയും മറിഞ്ഞ് വന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ മറിഞ്ഞ് പൈസ വന്നു, അത് കറക്റ്റ് 1,00,000 രൂപ. അപ്പോൾ ആ 1,00,000 രൂപയ്ക്ക് ഭക്ഷണക്കാരന് കൊടുക്കാം, മറ്റത് ക്രമീകരിക്കാം എന്നല്ലേ ഞാൻ ചിന്തിച്ചു വന്നു. ഞാൻ പാസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ ഒരു 1,00,000 റുപ്പീസ് മറിഞ്ഞ് വന്നിട്ടുണ്ട്, പിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പാസ്റ്ററുടെ അടുത്ത് പറയുകയാണ്. പാസ്റ്റർ ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കൾ ഒരു കാര്യം ചെയ്യും, ഇതെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാൻ കൊടുത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങളെ വേറെ വരില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് സ്നേഹത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, നീ കൊടുക്ക്, വിശ്വാസം, ദൈവം സഹായിക്കും. അപ്പോൾ ഭയങ്കരമായ മാനസികമായ പ്രയാസമാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ. നമ്മുടെ ചിന്തകളിലെല്ലാം ഇതെല്ലാം കെട്ടിക്കിടക്കുകയാണ്, ഭയങ്കരമായ പ്രയാസവും വെല്ലുവിളി. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഇറക്കത്തിൻ്റെ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്, മക്കൾ അത് കൊടുക്ക്. ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു വഴിയില്ല, ആരും തരൂല, മറ്റവൻ തരൂല, മറിച്ചവൻ തരൂല, ഇവിടെ നിന്ന് എടുക്കാൻ ഒരു വകുപ്പില്ല, ലോൺ എടുക്കാനുള്ള സംഭവം എനിക്കില്ല, മറ്റേ നമ്പേഴ്സൊന്നും എനിക്കില്ല, സിബിലൊന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കൾ കൊടുത്തു. അത് ഒറ്റ ഭാഗം, അതാണ് സംഭവം. സഭ പറഞ്ഞത് കൊടുക്കുക, ദൈവദാസൻ പറഞ്ഞു കൊടുക്കുക. അപ്പം വീട്ടിൽ ഭയങ്കരമായ പ്രയാസത്തോടെ തിളച്ചു മറിഞ്ഞ് ഇങ്ങനെ എരിപിരി കൊണ്ട് പോയിട്ട് ഒടുവിലൊരു തീരുമാനം അവസാനം ഞാൻ എടുത്തു, അദ്ദേഹം പറയുന്ന പോലെ കൊടുക്കുക. അപ്പോൾ കൊണ്ടുപോയി കൊടുത്തു എന്നതുകൊണ്ട് എനിക്കൊരു നഷ്ടം ഉണ്ടായില്ല. കൊടുത്ത വിവാഹം അല്ല നടന്നതും, 1 രൂപ പോലും കൊടുക്കാതെയാണ് വിവാഹം നടന്നത്. ഈ 1,00,000 രൂപ കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ വിവാഹം അല്ല നടന്നത്. പൈസ കയ്യിൽ വെച്ച് കൊടുക്കാതെ ഉള്ള വിവാഹമാണ് ദൈവം നടത്തിയത്. പക്ഷെ ഞാൻ വാശി പിടിച്ചെങ്കിലോ, ദൈവദാസൻ പൂർണ്ണമായിട്ടും അനിയത്തിൻ്റെ വിവാഹത്തിന് ഞാൻ കൊടുത്തു. അദ്ദേഹം ചെറുക്കനെ വിളിച്ച് നടത്തി പറഞ്ഞു, 1 രൂപ തരൂല, പെണ്ണിനെ വേണമെങ്കിൽ എടുത്തോണ്ട് പോവാൻ മതി. അവൻ പറഞ്ഞു, അവന് പെണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞു. സ്നേഹത്തോടെ നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, ഡിമാൻഡൊന്നുമില്ല. ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഒരു കാര്യം, നമ്മളൊരു കാര്യം ചോദിക്കാൻ വേണ്ടി, ചിലപ്പോൾ നിങ്ങൾ ഇന്ന് വരുമായിരിക്കും, പാസ്റ്റർ ഇന്നൊരു കാര്യമുണ്ട്, എനിക്ക് പാസ്റ്ററിൻ്റെ ഉപദേശം വേണം. നിങ്ങൾ ഉപദേശം കേൾക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി ആയിരിക്കില്ല ദൈവത്തിൻ്റെ ആത്മാവ് ദാസനിലൂടെ നൽകുന്നത്. പക്ഷെ ആ ഇഷ്ടത്തിന് നമ്മൾ ആമേൻ പറഞ്ഞ് കർത്താവിൽ ആശ്വസിച്ചു കൊണ്ട് പോയാൽ ഇന്നല്ല വരും നാളുകളിൽ അതിൻ്റെ നന്മ നമ്മളിലേക്ക് മടങ്ങി വരും. നമുക്കൊരു വ്യക്തിത്വ വികാസനം ഉണ്ടാകണം. നമ്മളങ്ങനെയായി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, നമ്മളങ്ങനെയായി നമ്മുടെ തലമുറകളെ പഠിപ്പിക്കണം, നമ്മളങ്ങനെയായി യൗവനക്കാരെ പഠിപ്പിക്കണം, നമ്മളങ്ങനെയായി മാതാപിതാക്കളെ പഠിപ്പിക്കണം, നമ്മളങ്ങനെയായി സ്നേഹത്തോടെ വൃദ്ധന്മാരെയും വൃദ്ധകളെയും പഠിപ്പിക്കണം. നമ്മളങ്ങനെ കർത്താവ് സഭയുമായി ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. 3, യേശു എന്തിനു വന്നു? ദൈവദാസൻ പറയുന്നു, നമ്മെ കൂടെ ഇരുത്താൻ യേശു വന്നു. നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് ഇരുന്നിട്ട് നിങ്ങളാണ് ഇരിക്കുന്നതെന്ന് കണ്ട് നിങ്ങൾ അടുക്കൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് പോയിട്ടുണ്ടോ? നിങ്ങൾ ആരുടെയെങ്കിലും അടുക്കൽ ചെന്നിരുന്നു ഭയങ്കര സന്തോഷത്തോടെ, നിങ്ങൾ ചെന്ന് ഇരുന്നു, അടുത്തിരിക്കുന്ന ആൾ നിങ്ങളാണ് ഇരിക്കുന്നതെന്ന് കണ്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അനുഭവമുള്ളവരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ അടുത്തിരിക്കാൻ നിനക്കെന്ത് യോഗ്യത എന്ന് പറഞ്ഞ് മുഖം കണ്ട് എഴുന്നേറ്റ് പോയവരുണ്ട്. യേശു എന്താ ചെയ്യണമെന്ന് അറിയാമോ? അങ്ങനെ എഴുന്നേറ്റ് പോയവരെ ഇവിടെ എൻ്റെ അടുത്തിരുന്നോ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുത്തി. സ്തോത്രം. അലഞ്ഞു നടക്കാൻ അദ്ദേഹം അനുവദിക്കുകയില്ല. യേശു പറഞ്ഞു, നീതിമാന്മാരെ വിളിക്കാനല്ല ഞാൻ വന്നത്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാട്ടുമൃഗങ്ങളുടെ കയ്യിൽപ്പെട്ട് ശരീരം മുഴുവനും മുറിവേറ്റ് മരണത്തിന്റെ ഭീതിയിൽ ഇരിക്കുന്നവരെ നിങ്ങളെ വിളിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്കുള്ള പ്ലേസ് എന്റെ താഴെയല്ല, എന്റെ ഒപ്പം ഇരിക്കാൻ കയറി വരിക. യേശു നമ്മെ കൂടെ ഇരുത്തുവാൻ വന്നു. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഭൂമിയിൽ നിന്നുള്ളവരാണ്, യേശു ഉയരത്തിൽ നിന്നുള്ളവരാണ്. താഴെയുള്ള നമ്മളെ ഉയരത്തിൽ നിന്ന് വന്നവന്റെ കൂടെ ഇരുത്തുവാൻ ഒരു ഘടകം വേണ്ടേ? ആമേൻ. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്താമോ? കരങ്ങളെ അടിച്ച് ശ്രദ്ധ ഒന്ന് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം, 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 സ്തോത്രം. പറഞ്ഞു, യേശു പറയുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇരുത്താൻ അദ്ദേഹം ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ ഉയരത്തിലുള്ള കർത്താവായ യേശുവിന്റെ കൂടെ ഭൂമിയിലുള്ളവർ എങ്ങനെ ഇരിക്കും? അതിനകത്തൊരു ഘടകമുണ്ടാകണം. നിങ്ങൾ നോക്കൂ, ഇവിടെ കട്ടകൾ വെറുതെ ഇരിക്കുകയല്ല.
ഈ കട്ടകൾക്കിടയിൽ സിമന്റ് കയറി ഇരിക്കുന്നത് കൊണ്ടാണ് കട്ടകൾക്ക് മുകളിൽ കട്ടകൾ ഇരിക്കുന്നതും അത് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്ത് നിർത്തണമെങ്കിൽ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകമുണ്ടാകണം. ഇവിടെ പൗലോസ് പറയുന്നത് അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കും. ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ചേർന്ന് നിൽക്കാനുള്ള വരം എനിക്ക് തരണമേ. കർത്താവിനോട് കൂടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് ഞാൻ അറിയണം. ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ടോ എന്ന് അറിയണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് പ്രദർശിപ്പിച്ചൊരിടമുണ്ട്. ആ ഇടത്തേക്ക് നമുക്ക് പോകാൻ ഒരു താല്പര്യവും ഇല്ല. നമ്മൾ ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരിടത്താണ് യേശു നമുക്ക് വേണ്ടി മുന്നമേ പോയത്. ഇപ്പോൾ പോകുന്ന കാര്യമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആർക്കും കൊലക്കളത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, അവിടെ വിസിറ്റ് ചെയ്യാൻ പോലും താല്പര്യമില്ല. നമുക്ക് ആർക്കും തൂക്കുമരത്തിലേക്കൊന്ന് പോയി അതെങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ട് അനുഭവിച്ചിട്ട് വരാമെന്ന് പറയും നമ്മളാരും പോകാറില്ല. പക്ഷെ യേശു നമുക്ക് മുമ്പായി നടന്നു കയറിയത് അവിടെയാണ്. നമുക്ക് ചോദിക്കാം, യേശുവേ അങ്ങ് എന്തിനു പോകുന്നു? യേശു പറയും, നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഈ കുരിശും ചുവട്ടിൽ വെച്ച് ദേഹം മുഴുവനും രക്താംബരമായി ഉച്ചി മുതൽ പാദം വരെ ബ്ലഡിൽ നല്ല ചുമന്ന് തുടുത്തൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ചൊറിഞ്ഞ് നമുക്ക് ചോദിക്കാം, വേർ ആർ യു ഗോയിങ്? വൈ ആർ യു ടേക്കിംഗ് ദിസ് ക്രോസ്? വൈ ആർ യു സഫറിങ്? അദ്ദേഹം പറയും, കുഞ്ഞെ നിനക്ക് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയല്ല. യേശുവിൻ്റെ പോക്കും വരവും കണ്ടു, യേശുവിൽ നിന്ന് ഡ്രിപ്പ് ചെയ്ത് വീഴുന്ന രക്തം കണ്ടു, കണ്ണുനീര് കണ്ടു. അവിടെ കിടന്ന യെരുശലേമിലെ പെണ്ണുങ്ങളെല്ലാം ചങ്കത്ത് കൈയടിച്ച് കിടന്ന് വിളിക്കുകയാണ്, എൻ്റെ യേശുവെ അങ്ങേക്ക് ഈ ഗതി വന്നല്ലോ. യേശു നല്ല രീതിയിൽ തിരിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്നും കരയാതെ നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി കരഞ്ഞോ. എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്, കരയാൻ നിൽക്കാതെ. ഞാനിപ്പോൾ പോയിട്ട് ഞാൻ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ കയറി വരും. നീ പോയിട്ട് വരോ ഇല്ലെന്നുള്ള കാര്യം നീ തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിന്റെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ കരയുക. യേശു പറഞ്ഞു. അപ്പോൾ യേശുവിനോട് ചേർത്തിരുത്തുന്നതിൻ്റെ പ്രധാന ഘടകം സ്നേഹമാണ്. അത് യേശു പ്രദർശിപ്പിച്ചത് തൻ്റെ ക്രൂശിലാണ്. ഇനി നമുക്ക് യേശുവിനോടുള്ള സ്നേഹം എങ്ങനെ പ്രദർശിപ്പിക്കാം? നമ്മൾ ക്രൂശിൽ കയറണമോ? കാൽവരിയിലേക്ക് പോകണമോ? ഗോൽഗോത്തയിലേക്ക് പോകണമോ? യേശു തൻ്റെ സ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിച്ചെങ്കിൽ എനിക്ക് യേശുവിനോട് സ്നേഹമുണ്ട് എന്ന് എങ്ങനെ പ്രദർശിപ്പിക്കാം? ലളിതമായ ഉത്തരം, യേശു നമ്മോട് പറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. യേശു എന്തു പറഞ്ഞു? നിങ്ങൾ സകലരോടും എന്നെക്കുറിച്ച് പറയും. യു ഷെയർ മീ. മതത്തെ പറയാനല്ല പറഞ്ഞത്, ഒരു സന്ദേശം വെറുതെ അറിയിക്കാനല്ല പറഞ്ഞത്. വ്യക്തി, മനുഷ്യർക്ക് സമൂലം വേര് മുതൽ വ്യത്യാസം വരുത്തുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പങ്കുവെക്കുമെന്ന് യേശു പറഞ്ഞു. നമുക്കത് ചെയ്തുകൂടെ? ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 50-100 ആൾക്കാരുണ്ട്. പുറമെ 2 ട്രാക്റ്റുകളുണ്ട്. 1 സമാധാനം, 2 ആത്മരക്ഷ. നിങ്ങൾ പോകുമ്പോൾ ഒരു 5 വീതം എടുത്തുകൊണ്ട് പോകും. നിങ്ങളത് പോയില്ല എങ്കിൽ ഈ കേട്ടത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. നിങ്ങൾ പോകുമ്പോൾ എന്താണ് ഇത്ര മൗനം? സഹോദരി സഹോദരന്മാരെ, നമുക്ക് പൊയ്ക്കൂടെ? നമുക്കൊരു 5 പേർക്ക് കൊടുക്കാം. യേശു ചെയ്ത പ്രവൃത്തി ചെയ്യണ്ടേ? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രവൃത്തിയാൽ എനിക്ക് വെളിപ്പെടുത്തണ്ടേ? ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് പ്രവൃത്തിയാൽ വെളിപ്പെടുത്തിയില്ല എങ്കിൽ അവൻ എന്നോട് പറയില്ല നിങ്ങളൊരു കള്ളനായിരുന്നെന്ന്. നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ പോകുമ്പോൾ 5 ട്രാക്റ്റ് വീതം എടുത്തുകൊണ്ട് പോകൂ. നിങ്ങൾ യേശുവിനെ കൊടുക്കൂ. എന്നിട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ വെളിപ്പെടുത്തി തരൂ. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ഇരിക്കാൻ കർത്താവ് നമ്മെ വിളിച്ചു. യേശുവിനോട് കൂടെ ഇരിക്കുന്നവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ദൈവവുമായി ഐക്യതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. 2, സഭയുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. 3, യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് മാത്രമേ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞ് യേശു വന്നത് എന്ത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വിരമിക്കുകയാണ്. നോക്കൂ, രണ്ടാമത്തെ കാര്യം, ദൂരത്തായിരുന്നവരും സമീപത്തായിരുന്നവരും. വേഗത്തിൽ പോകേണ്ടതായിട്ടുണ്ട്, ദയവായി ശ്രദ്ധിക്കുക. ആരാണ് ദൂരത്തായിരുന്നവർ? വളരെ എളുപ്പം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് സ്വീകരിക്കാത്തവരാരോ അവർ ദൂരത്തുള്ളവരാണ്. ദൈവം എന്ന സത്യത്തെ, സൃഷ്ടാവാം ദൈവം എന്ന സത്യത്തെ വെളിപ്പെട്ട് കിട്ടാത്തവർ എല്ലാവരും അകലത്ത് താമസിക്കുന്നവരാണ്. ഒരു സുവിശേഷകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അകലത്ത് നിന്ന് യേശുവിനെ കണ്ടാൽ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുകയില്ല. അകലത്ത് നിന്ന് യേശുവിനെ കണ്ടാൽ യേശുവിനെ പ്രവാചകനായി തോന്നും. അകലത്ത് നിന്ന് യേശുവിനെ കണ്ടാൽ സൗഖ്യം കൊടുക്കുന്നവൻ മാത്രമെന്ന് തോന്നും. അകലത്ത് നിന്ന് യേശുവിനെ കണ്ടാൽ ഒരു ഗുരു എന്ന് മാത്രം തോന്നും. പക്ഷേ അടുത്തു വന്ന് കണ്ടാൽ നിനക്ക് മനസ്സിലാകും, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, സർവ്വ പാപങ്ങൾക്ക്, ലോകരുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ കയറിയ ദൈവത്തിന്റെ ആട്ടിൻകുട്ടി,
ദൈവം തന്നെ ജഡത്തിൽ. അവൻ ദൈവപുത്രൻ, അനാദിയായവൻ, ആൽഫയും ഒമേഗയുമായവൻ, ആരംഭമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ. അതെ, ഇത് തന്നെ എൻ്റെ ദൈവം എന്ന് നമുക്ക് മനസ്സിലാകും. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൂരത്തായിരുന്നവർ ആര്? ദൈവത്തിൽ നിന്നും അകന്നു പോയവർ, ദൈവിക വെളിപ്പാട് ലഭിക്കാത്തവർ. ഇനി ആരാണ് സമീപത്തുള്ളവർ? സ്പെഷ്യലായിട്ട് യഹൂദന്മാരെ നോക്കിയാ പറയുന്നത്. ആരാ സമീപത്തുള്ളവർ? ഹലോ, ആരാ സമീപത്തുള്ളവർ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരാണ്? നമ്മുടെ അടുത്തിരിക്കുന്ന ആരാണോ അവരാണ് സമീപത്തുള്ളവർ. കർത്താവ് പറയുന്നു, ആരാ സമീപത്തുള്ളവർ? എന്താ പറയുന്നത് അറിയാമോ? എൻ്റെ വെളിപ്പാട് സൂക്ഷിക്കാൻ കൊടുത്തവർ, ദൈവം അയക്കുന്ന മശിഹായുടെ വെളിപ്പാടുകളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ, അവരാണ് സമീപത്തുള്ളവർ. മാത്രമല്ല, ദൈവിക വെളിപ്പാട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ ദൈവിക വെളിപ്പാട് കളഞ്ഞു കുളിച്ചപ്പോൾ ഏറെ ശിക്ഷിച്ചവർ, അവരാണ് സമീപത്തുള്ളവർ. മശിഹൈക ദർശനത്തെ പുറംകാലിന് ചവിട്ടിക്കളഞ്ഞപ്പോൾ ഗൗരവപരമായ ശിക്ഷയ്ക്ക് വേണ്ടി അവരെ ഏൽപ്പിച്ചു കൊടുത്തവൻ, അവരാണ് സമീപത്തുള്ളവർ. ഇവിടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവർക്കും ക്രിസ്തു മുഖാന്തരം അടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം. ദൈവത്തിന്റെ അടുക്കൽ ജീവിച്ചവർക്കും ക്രിസ്തു മുഖാന്തരം അല്ലാതെ ഒരു സമാധാനം ഇല്ല എന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് എഫെസ്യരിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരിച്ഛേദനയേറ്റവരാണെങ്കിലും ഇനി ആഗ്രഹത്തിൽ ചർമ്മമുണ്ടെന്ന് പറഞ്ഞിരുന്നാലും യേശു ക്രിസ്തു മുഖാന്തരം അല്ലാതെ സമാധാനം അനുഭവിക്കാൻ കഴിയുകയില്ല. ഇത് സർവ്വലോകത്തിനുമുള്ള ഒരു വലിയ ദൂതാണ്. ഇഫ് യു വാണ്ട് പീസ്, യു ഷുഡ് ഫോളോ ദ പീസ്. സമാധാനത്തിലാകാൻ സമാധാനത്തെ പിന്തുടരണം. സമാധാനം ജീവിതത്തിൽ പറയാൻ സമാധാനം പറയുക മാത്രമല്ല, പ്രവൃത്തിയിൽ കൊണ്ടുവരണം. കാരണം വേദപുസ്തകത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് സമാധാനം 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 എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും. അവരാണ് ഏറ്റവും വലിയ സമാധാന കേടുണ്ടാക്കുന്നവർ എന്ന് പറയുന്നുണ്ട്. യേശു പറഞ്ഞു, സമാധാനം പറയാതെ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാകുവേ. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? യേശു നമ്മുടെ സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ രക്തവും ക്രൂശിനെയും ത്യജിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സമാധാനം നമുക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ നമ്മൾ യേശുവിനെയും യേശുവിന്റെ ക്രൂശിനെയും അംഗീകരിക്കുമ്പോൾ നമ്മൾ വീട്ടുകാരായി തീരുകയാണ്, നമ്മൾ സ്വന്തക്കാരായി തീരുകയാണ്, നമ്മൾ യേശു ക്രിസ്തുവിന്റെ ഭവനത്തിനകത്ത് അംഗങ്ങളായി തീരുകയാണ്. വീട്ടിനകത്ത് പാർക്കുന്നവർക്കേ സമാധാനമുള്ളൂ. അടുത്തിരിക്കുന്ന മോത്തോയി പറഞ്ഞേ, വീട്ടിൽ പാർക്കണം. സത്യനഗറിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ വീട്ടിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ കിടന്നുറങ്ങാറുള്ളൂ. സ്റ്റേഡിയത്തിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ അമ്മ അവനെ വിളിക്കും, മക്കളെ നീ എവിടെ? ഞാൻ സ്റ്റേഡിയത്തിൽ കിടക്കുന്നു, നിനക്ക് വീടില്ലാടാ, വീട്ടിൽ വന്ന് കിടന്നൂടെ? എനിക്ക് ഒരു പിണക്കമാണ് നിങ്ങളുടെ അടുത്ത്. നമ്മൾ പിണങ്ങിയൊന്നും പോവരുത്, നമ്മൾ നടുത്തെരുവിലായി പോകും. അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം, സമീപത്ത് പാർക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നു, അരികിലുള്ളവർക്കും സമാധാനം, അകലത്തുള്ളവർക്കും സമാധാനം. ഇനി ഏറ്റവും ഒടുവിലായി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സമാധാനം? യേശു വന്നു, ഇതിനെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. സമീപത്തുള്ളവരാരെന്ന് നമ്മൾ മനസ്സിലാക്കി, ദൂരത്തുള്ളവരാരെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വേദപുസ്തകം മുന്നോട്ട് പറയുന്ന സമാധാനം എന്താണ്? ലോകത്തിൽ സമാധാനം എന്ന് പറയുന്നത് യുദ്ധമില്ലാത്ത അവസ്ഥയാണ്. ഐറേനെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഭാഷ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന്? മലയാളത്തിൽ നമ്മൾ സമാധാനം എന്ന് പറയുന്നു, ഗ്രീക്കിൽ അതിനെ ഐറേനെ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണം, സമാധാനം എന്നാണ്, വേറെ അർത്ഥമൊന്നുമില്ല. സമാധാനത്തിന് സമാധാനം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, കലഹമില്ലാതെയും യുദ്ധമില്ലാതെയും ഇരിക്കുന്ന അവസ്ഥയെ ലോകം സമാധാനം എന്ന് പറയും. പക്ഷെ വേദപുസ്തകത്തിൽ ഒരു പടി കൂടെ മുകളിൽ കയറിയിട്ടാണ് സമാധാനം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കൂ, ദേശത്തിലെ ശാന്തത, യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല സമാധാനം, വ്യക്തികൾ തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടെങ്കിൽ, മനപ്പൊരുത്തമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകും. വ്യക്തികൾ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാവണം, നമുക്ക് മനപ്പൊരുത്തം ഉണ്ടാകണം. മനപ്പൊരുത്തമില്ലാതെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ മനസ്സൊന്ന് പൊരുത്തപ്പെടുത്തിയിട്ട് പോകണം. യേശുക്രിസ്തുവിലുള്ള സമാധാനം എന്ന് പറയുന്നത് സുരക്ഷയാണ്, സമൃദ്ധിയാണ്, സന്തോഷമാണ്. അപ്പൊ സുരക്ഷ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, സമൃദ്ധി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ യേശുവിലുള്ള സമാധാനം ഞാൻ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇതൊരു അനുഗ്രഹീതമായ അവസ്ഥയാണ്. അവസ്ഥയെന്ന് പറയാൻ കാരണം, ഈ കാറ്റുകൊണ്ട് തിരമാലകൾ ഇങ്ങനെ പൊങ്ങി അടിക്കുകയാണ്. നിലയില്ലാത്ത കടലിൽ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് പടക് മുഴുവനും ഇപ്പോൾ അടിച്ചു പൊട്ടി വെള്ളം കയറി മുങ്ങി ഞങ്ങൾ ചത്തുപോകും എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെല്ലാം അലമുറയിട്ട് കരയുന്നു. പക്ഷെ കഥാനായകൻ എന്ത് ചെയ്യുന്നു? അതെന്താ പുള്ളി അങ്ങനെ ഉറങ്ങിക്കളഞ്ഞേ? ഇത്രയ്ക്കും മനസ്സിന് കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനായതുകൊണ്ടാണോ പുള്ളി ഉറങ്ങിക്കളഞ്ഞത്? എന്നാലും ഞങ്ങൾ ഇവിടെ മരിക്കാൻ വേണ്ടി കിടക്കുന്നു, ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങിക്കളഞ്ഞല്ലോ എന്നാണോ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അനുഭവിക്കുന്ന അതേ കാറ്റും കടലും അദ്ദേഹം അനുഭവിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന അതേ തിരയിളക്കം അദ്ദേഹം അനുഭവിക്കുകയാണ്. അദ്ദേഹം കരയിലല്ല ഉറങ്ങുന്നത്, നിന്റെ കൂടെ കിടന്നുറങ്ങുകയാണെന്ന് ചിന്തിക്കണം. അമരത്ത് കിടന്നുറങ്ങുകയാണ്.
ഒരു വള്ളത്തിൻ്റെ വെള്ളം മുഴുവനും തകർന്നു പോകാൻ ഒരാടി കൊടുക്കേണ്ടത് അമരത്താണ്. അമരം പൊട്ടിയാൽ എല്ലാം തീർന്നു. അമരത്ത് ആര് കിടക്കുന്നു? പിന്നെ എന്തിനീ പറയുന്ന വല്ല പൊല്ലാപ്പും പുറുപുറുപ്പും ഒക്കെ? നമ്മുടെ കുടുംബത്തിൻ്റെ അമരക്കാരൻ യേശു ആയാൽ പിന്നെ നമുക്ക് പുറുപുറുപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് പരിഭവത്തിൻ്റെ ആവശ്യമില്ല, ഇല്ലായ്മയുടെ ആവശ്യമില്ല, കലങ്ങിപ്പോവുകയില്ല, ഇടറിപ്പോവുകയില്ല, വിചാരപ്പെടുകയില്ല. ഇന്ന് പകലിൽ ഒരു വലിയ തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ അമരക്കാരൻ അതെൻ്റെ യേശു ആകണം. യേശു അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങാൻ അദ്ദേഹം സമാധാനം ആയതുകൊണ്ടാണ്. അതൊരവസ്ഥയാണ്, കർത്താവിൽ മാത്രം നമുക്ക് ലഭിക്കുന്നൊരവസ്ഥയാണ്. മനസ്സിലാക്കണം, നമുക്കിന്ന് അത് പ്രാപിക്കണം. നമ്മുടെ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി നമ്മെ ഭത്സിച്ചാലും, നീ വേണ്ടാന്ന് പറഞ്ഞാലും, കൂട്ടത്തിൽ കൂട്ടിയില്ലേലും നമ്മുടെ മുഖം ഒരിക്കലും വാടിപ്പോകരുത്. യേശുവിൻ്റെ മുഖം നോക്കി നമ്മൾ സന്തോഷിച്ചു കൊണ്ടേയിരിക്കണം. ട്രെയിൻ ചെയ്യണം. അങ്ങനെ യേശുവിൻ്റെ ഭവനത്തിൽ നമ്മൾ അംഗങ്ങളായിത്തീരും. ഇനി ഒരു കാര്യം കൂടി, ഗ്രീക്കിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചു. ഈ സമാധാനത്തിന് പഴയ നിയമത്തിൽ ഷാലോം എന്ന് പറയുന്ന ഒരു പദം നമുക്ക് കാണാനായിട്ട് കഴിയും. ഷാലോം എന്ന് പറയുന്ന ഗ്രീക്ക് എബ്രായ പദത്തിൻ്റെ അർത്ഥവും സമാധാനം തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എല്ലാ മുസ്ലിം സഹോദരന്മാരും പരസ്പരം അഭിവന്ദിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അവർ തിരിച്ചു പറയും വാ അലൈക്കും ഉസ്ലാം, വാ അലൈക്കും സ്ലാം, സലാം. നിങ്ങൾക്ക് സമാധാനം, തിരിച്ചു പറയുന്നു നിങ്ങൾക്കും സമാധാനം. നമ്മൾ ഇസ്രായേലിൽ ചെന്നാൽ അവർ പറയും ഷലാം അലൈക്കും, അവർ പറയും എന്ന് വെച്ചാൽ ഷലോം അലൈക്കും, നിങ്ങൾക്കും സമാധാനം. അവർ തിരിച്ചു പറയും നിങ്ങൾക്കും ഷലോം. ഈ ഷാലോം എന്ന് പറയുന്നത് യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല, പകരം ഇവിടെ അവർ ചോദിക്കുന്നത് നിങ്ങൾ നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, നമ്മുടെ അടുത്തിരിക്കുന്നത് ചോദിച്ചാൽ നന്നായിരിക്കുന്നു എന്ന് സുഖം ചോദിക്കാം, നന്നായിരിക്കുന്നോ? കണ്ടോ, നന്നായി. ഈ കൂട്ടായ്മ ഒന്നും ഒരിടത്തും കിട്ടൂല. നമ്മൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്, ഭയങ്കരമായി വിളിക്കപ്പെട്ടവരാണ്. ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കൂട്ടായ്മ ദൈവത്തിൻ്റെ തിരുസഭ മാത്രമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അസൂയയില്ലാത്ത, വ്യാജമില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, ഇല്ലായ്മ പറയാത്ത ഒരേ ഒരിടം ക്രിസ്തുവിന്റെ സഭ മാത്രമാണ്. നിങ്ങൾ നന്നായിരിക്കുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ആർ യു ഇൻ ഷാലോം? നിങ്ങൾ നന്നായിരിക്കുന്നോ? നന്നായിരിക്കുന്നെങ്കിൽ അത് തുടരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്നായിരിക്കുന്നില്ലെങ്കിൽ എന്നെ നന്നാക്കിയെടുക്കുന്ന നല്ല ദൈവമേ ഇന്ന് എന്നെ നന്നാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2, നിങ്ങൾ സൗഖ്യമായിരിക്കുന്നോ എന്നുള്ളതാണ്. നമ്മുടെ ഇടയിൽ ചില സഹോദരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അഡ്മിറ്റ് ആയിരുന്നു. അവയവത്തിൽ കേടുകളുണ്ടായി, ശരീരത്തിൽ കേടുകളുണ്ടായി. നമ്മുടെ ഇടയിലിരിക്കുന്ന പലരും ശരീരത്തിൽ രോഗങ്ങളായി പ്രയാസപ്പെടുകയാണ്, ക്ഷീണാവസ്ഥയിലാണ്. നമ്മളോട് ചോദിക്കണം ആരോഗ്യമായിരിക്കുന്നോ? അപ്പോൾ അവർ മറുപടി പറയും ഇച്ചിരി പ്രയാസമുണ്ട്. അത് കേട്ടാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി 1 മിനിറ്റെങ്കിലും ഒന്ന് ദൈവമേ പ്രിയപ്പെട്ടവൻ്റെ സഹോദരൻ്റെ ശരീരത്തിലെ കേടുകളെ, ക്ഷീണങ്ങളെ ദൈവം എടുത്ത് മാറ്റണമേ. നമുക്കൊരു പക്ഷേ ക്ഷീണത്തോടെ ആയിരിക്കാം, എങ്കിലും നമ്മൾ പറയണം. നല്ലൊരു മാതൃകയാണത്. യേശു കുരിശിൽ കിടന്നിട്ടും തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും നല്ലൊരു വ്യക്തിത്വം ഉണ്ടായി വരട്ടെ എന്ന് ആത്മാർത്ഥ്യം പ്രാർത്ഥിക്കുകയാണ്. 3-മതായിട്ട് അവർ ശലോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാര്യം ജീവനോടെ ഇരിക്കാത്തൊരു വ്യക്തി ഒരിക്കലും ഒന്നും പറയില്ലല്ലോ. ജീവനുണ്ടോ, ബോധവാനാണോ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കുക, കർത്താവ് നാം നന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് കണ്ണുകളെ മൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് വന്നു എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്താൻ, എൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ. എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്ന ഒരേ ഒരു ഇടം അത് ദൈവത്തിൻ്റെ തിരുസഭ മാത്രമാണ്. എന്നെ ഞാനാക്കുന്ന ഒരേ ഒരു ഇടം അത് ദൈവത്തിൻ്റെ തിരുസഭ മാത്രമാണ്. ദൈവവുമായിട്ടുള്ള എൻ്റെ സഖിത്വം എൻ്റെ ജീവിതത്തിനകത്ത് വൻ വിടുതലുകളെ കൊണ്ടുവരും. എൻ്റെ കാലിനെ വലയിൽ നിന്ന് വിടുവിക്കും, ശത്രുവിൻ്റെ അഗ്നി അസ്ത്രങ്ങളിൽ നിന്നും അവിടെ നിന്ന് വിടുവിക്കും, എൻ്റെ പ്രാണനെ സൂക്ഷിക്കും, എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ആലയത്തിൽ വന്നിരിക്കുന്നത്. അങ്ങ് വന്നത് എനിക്ക് വേണ്ടിയാണ്. അകലത്തായിരുന്ന എന്നെ അങ്ങ് അരികത്താക്കി, അങ്ങയുടെ പാദപീഠത്തിലാക്കി, ക്രൂശിൻ്റെ മറവിലാക്കി. സകല സംരക്ഷണവും അങ്ങ് തന്നു, അങ്ങയുടെ സമാധാനത്തെ അങ്ങ് തന്നു, അങ്ങയുടെ ശരീരത്തെ എനിക്ക് തന്നു, അങ്ങയുടെ രക്തത്തെ എനിക്ക് തന്നു. പോരാ, സ്വർഗത്തിൽ എനിക്കൊരു അവകാശം തന്നു. ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയത് ദൈവമേ അങ്ങ് ഇറങ്ങി വന്നു, എന്നെ ദത്തെടുത്തു, എന്നെ സ്വന്തക്കാരനാക്കി, എനിക്ക് വേണ്ടി വില കൊടുത്തു, എനിക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തു, എനിക്ക് വേണ്ടി ക്രൂശിൽ സ്വമേധയാ കയറി. കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ സഭയായി അങ്ങേക്ക് നന്ദി പറയുകയാണ്.